നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി പരിചയപ്പെടാം. ഹസ്ബൻഡും മകളുമാണ് വന്നിരിക്കുന്നത്. നമസ്കാരം, രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ചേട്ടൻ ഒരു മെന്റലിസ്റ്റ് ആണെന്ന് ഇവിടെ പറഞ്ഞു. സോ എത്ര വർഷം ഈ ഒരു ഇൻഡസ്ട്രിയില്? ഞാൻ മാജിക്കിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ 2000-ലാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഷോ ചെയ്യുന്നത്. ശരി. അതിനുശേഷം മെന്റലിസ്റ്റിൽ ആ ഒരു പ്രോഗ്രാമിംഗ് ചെയ്യാൻ തുടങ്ങിയത്? മെന്റലിസം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി. അതൊരു ഗ്രാജുവൽ ചേഞ്ച് ആയിരുന്നു. മാജിക്കിൻ്റെ കൂടെ മെന്റലിസം പരീക്ഷിച്ച് നോക്കി, പിന്നീട് മെന്റലിസം മാത്രമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തു. അങ്ങനെ ഗ്രാജുവലായിട്ട് അതിലേക്ക് വന്നതാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ മെന്റലിസം എന്ന് പറയുന്നത് അല്ലേ? മറ്റൊരാളുടെ മനസ്സിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും അത്ഭുതത്തോടെ കാണുന്ന ഒരു ആൾക്കാരാണ് നിങ്ങൾ. നമ്മളെ ഇവിടെ പെട്ടെന്ന് എന്തെങ്കിലും അങ്ങനെ സംഭവം ചെയ്യാൻ പറ്റുമോ? നമുക്ക് ശ്രമിക്കാം. ശ്രമിക്കാം. അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചു. ഞങ്ങള് 3 പേരിലും ആരെങ്കിലും ആരാണ് റെഡിയാവുന്നത് ഒരു മൈൻഡ് റീഡിംഗ് എക്സ്പെരിമെന്റ് ചെയ്യാൻ? മൈൻഡിൽ കുറെ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഇല്ലായിരിക്കില്ല. ചേച്ചി ഭയങ്കര ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് സ്കൂൾ ടൈമിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സമയമായിരിക്കും സ്കൂൾ ടൈം. നമുക്ക് സ്കൂളിൽ ചില ടീച്ചേഴ്സിനോട് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവും അല്ലേ? ചില ഫേവറേറ്റ് ടീച്ചർ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ മാഡത്തിന് അങ്ങനെ ആരെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിക്കാവോ? ആരെങ്കിലും ഒരാളെ മനസ്സിൽ കൊണ്ടുവരാം. ഒരു പേര് ഇപ്പൊ മനസ്സിലുണ്ട് അല്ലേ? ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറില്ലാണോ ടീച്ചർ? ഇപ്പോൾ ഉണ്ടോ? മാഡം പഠിച്ചതൊക്കെ ഏത് സ്കൂളിലാണ്? ഞാൻ എറണാകുളത്താണ് പഠിച്ചത്. എറണാകുളത്താണ്. അപ്പൊ അവിടെ ടീച്ചർ ഇപ്പോഴും കാണാറുള്ള ടീച്ചറാണോ? കാണാറില്ല, ഞാൻ സംസാരിക്കാറൊക്കെ ഉണ്ട്. ഓക്കെ, സോ ആ ടീച്ചറിനെ എനിക്കറിയാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണുവാണ് അല്ലേ? ആ ടീച്ചറിന്റെ പേര് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ എനിക്കൊരു പേടി പോലെ. ഇല്ല, പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല, റിലാക്സ്. ആ ടീച്ചറിന്റെ പേര് ഒന്ന് മനസ്സിൽ കൊണ്ടുവരാം. ആൻഡ് ജസ്റ്റ് ഇമാജിൻ നമ്മൾ ആ ടീച്ചറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ഫോൺ വഴി നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം മൊബൈൽ ഫോൺ എടുത്ത് അതിൽ കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്യും. കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പേര് അവിടെ ടൈപ്പ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ നമ്പറൊക്കെ കിട്ടുന്നത് അല്ലേ? ജസ്റ്റ് ഇമാജിൻ ടീച്ചറിൻ്റെ പേര് നമ്മൾ അതിനകത്ത് ടൈപ്പ് ചെയ്യുന്നതായിട്ട് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാവും. ജസ്റ്റ് ഇമാജിൻ 1 by 1 ഓരോ ലെറ്റർ ആയിട്ട്. ഒന്നുകൂടി വളരെ സ്ലോ ആയിട്ട് ഓരോ ലെറ്റർ ആയിട്ട് വിചാരിക്കാവോ? ആ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഫോണിൽ എൻ്റർ ചെയ്ത് ഫസ്റ്റ് ലെറ്റർ L ആണോ? ആണ്. ഓക്കെ ഓക്കെ, ഗുഡ്, താങ്ക് യു. സോ നമ്മൾ സാധാരണ ഇതിൽ ഫോണിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീനിൽ ഓരോ ലെറ്ററായിട്ട് എപ്പിയർ ആവുമല്ലോ അല്ലേ? അങ്ങനെ ആ പേരുള്ള ഓരോ ലെറ്ററായിട്ട് സ്ക്രീനിൽ എപ്പിയർ ആവുന്നതായിട്ട് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യാമോ? ജസ്റ്റ് ഓരോ ലെറ്ററായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഇങ്ങനെ ഓരോ ലെറ്റർ എപ്പിയർ ആവുന്നതായിട്ടൊന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാമോ? ആ പേരിൽ എവിടെയോ ഒരു വൈ ഉണ്ടോ? ഓക്കെ, വൺസ് അഗൈൻ ഓരോ ലെറ്ററായിട്ട് ഒന്നുകൂടി. ഓക്കെ, ജസ്റ്റ് നമ്മളിപ്പോൾ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ ഹലോ, ഇപ്പം നമ്മൾ രമ എന്നാണെങ്കിൽ ഹലോ രമ ടീച്ചർ അല്ലേ എന്ന് ചോദിക്കില്ലേ? അങ്ങനെ ഒന്ന് പറയുന്നതായിട്ടൊന്ന് മനസ്സിലൊന്ന് പറഞ്ഞത്, മനസ്സിൽ മാത്രം. ഹലോ ലിയോണി ടീച്ചർ അല്ലേ എന്നാണോ ചോദിച്ചത്? ആണോ? ലിയോണി എന്നാണ് ടീച്ചറിന്റെ പേര് അല്ലേ? ലിയോണി. ഒരു കളത്തിലും പറയാൻ നോക്കൂലല്ലേ? അല്ല, ഇതൊരു ആർട്ട് ഫോം ആണ്. അതുകൊണ്ട് മെന്റലിസം എന്ന് പറയുന്നത് ആർട്ട് ഫോം ആണ്. ഞാൻ ഇപ്പോഴും ആ ഹാങ് ഓവർ തന്നെ ഇരിക്കുക. കണ്ടുപിടിച്ചത് അല്ലേ? മെന്റലിസം എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് ഭാഗമാണ്. അതിൽ സൈക്കോളജി മാജിക് മിക്സ് ആയിട്ട് വരുന്നുണ്ട്. മനസ്സിലായി. എന്തായാലും കലക്കി, സൂപ്പർ. ഇനി ഇത് ജ്വാലക്കുട്ടി അല്ലേ? ഹായ് ജ്വാല. ഹായ്. ഈ ജ്വാല ഒരു റെക്കോർഡിസ്റ്റ് ആണ് കേട്ടോ. റെക്കോർഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് കിട്ടിയ കുട്ടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അമ്മയുടെ അല്ല, രണ്ടും കൂടെ കിട്ടിയിട്ടുണ്ട്. ആള് മെജീഷ്യൻ ആണ്, ബലൂൺ ആർട്ടിസ്റ്റ് ആണ്. രണ്ടും പെർഫോം ചെയ്യും. ഒരു 2.5 വയസ്സ് മുതൽ പെർഫോം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് അല്ല, 2.5 വയസ്സ് മുതലോ? ജ്വാലക്കുട്ടി, എങ്ങനെ ഉണ്ടായിരുന്നു ഈ റെക്കോർഡ് ഇത്രയും കിട്ടിയപ്പോ? സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞേ? സന്തോഷമുണ്ട്. മോള് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബലൂൺ ആർട്ടിസ്റ്റ് ആണ്. ആ ഒരു റെക്കോർഡ് ആണ് കിട്ടിയത്. ബലൂണിൽ എന്തൊക്കെ ചെയ്യാം? മോൾ എന്തൊക്കെ ചെയ്യാ? ഞാൻ ഡോഗ്, ജിറാഫ്, പിന്നെ ഒരു ഡ്രാഗൺ ഫ്ലൈ, സ്വാഡ്, പിന്നെ ഒരു പക്ഷി. ഇത്രയൊക്കെ ചെയ്യും.
ചോദിച്ചാൽ കൺഫ്യൂഷൻ ആണ്. എന്തായാലും അടിപൊളി രണ്ടുപേരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഈ ഒരു അംഗീകാരങ്ങളുടെ നിറവിലുള്ള ഒരു ഫാമിലിയെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ചേട്ടൻ വലിയ ഇന്ത്യയിലെ സന്തോഷം. ഏറ്റവും വേഗതയേറിയ മൈൻഡ് റീഡർ എന്ന് പറയുന്ന റെക്കോർഡും ഉണ്ട് ചേട്ടന്റെ പേരിൽ. ചേട്ടന്റെ പേരില് Very അടിപൊളി. good, very good. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ബലൂൺ ആർട്ട് കാണാനുള്ള സമയമാണ്. എന്തായാലും നമുക്ക് കാണാം അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.